സിന്ധു നദീജല ഉടമ്പടി പ്രകാരമുള്ള രാജ്യത്തിന്റെ വിഹിതം വഴിതിരിച്ചുവിടാൻ ഇന്ത്യ നിർമ്മിച്ച ഏതൊരു ഘടനയും നിർമ്മിതിയും നശിപ്പിക്കുമെന്ന മുന്നറിയിപ്പുമായി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്. ഇന്ത്യ പാക് ഭിന്നത മുറുകുന്നതിനിടയിലാണ് പാക് പ്രതിരോധ മന്ത്രിയുടെ ഏറ്റവും പുതിയ ഭീഷണി. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഏത് നിമിഷവും ഒരു തിരിച്ചടി പ്രതീക്ഷിക്കുന്ന പാകിസ്ഥാൻ പിന്നോട്ടില്ലെന്നാണ് ഖ്വാജ ആസിഫിന്റെ വാക്കുകൾ നൽകുന്ന സൂചന. പഹൽഗാം ഭീകരാക്രമണത്തിന് മണിക്കൂറുകൾക്ക് ശേഷം പാകിസ്ഥാനിലെ 80% കൃഷിഭൂമിക്കും വെള്ളം ഉറപ്പാക്കുന്ന സിന്ധു നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. ഒരു അഭിമുഖത്തിലാണ് പ്രകോപനപരമായ പ്രസ്താവനകൾ ആവർത്തിക്കുന്ന പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പാകിസ്ഥാന്റെ ജലപാതകൾ വഴിതിരിച്ചുവിടുന്നത് ആക്രമണത്തിന്റെ സൂചനയായി കണക്കാക്കുമെന്ന് പറഞ്ഞത്. സിന്ധു നദീതടത്തിൽ അണക്കെട്ടുകൾ നിർമ്മിക്കാൻ ഇന്ത്യ തീരുമാനിച്ചാൽ പാകിസ്ഥാന്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന ചോദ്യത്തിന് മന്ത്രി കുറച്ചുകൂടി കടുത്ത ഭാഷയിലാണ് മറുപടി നൽകിയത്. അത് പാകിസ്ഥാനെതിരായ ആക്രമണമായിരിക്കുമെന്നായിരുന്നു മറുപടി. ഇന്ത്യ ഇത്തരത്തിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനത്തിനുള്ള ശ്രമം നടത്തിയാലും പാകിസ്ഥാൻ അത് തകർക്കും എന്നായിരുന്നു ഖ്വാജ ആസിഫിന്റെ വാക്കുകൾ. അതേസമയം ആസിഫിന്റെ ഭീഷണിക്ക് ഇന്ത്യ ഒരു വിലയും കൽപ്പിക്കുന്നില്ലെന്നാണ് BJP ദേശീയ വക്താവ് ഷാനവാസ് ഹുസൈൻ പറയുന്നത്. ഇത്തരം പൊള്ളയായ ഭീഷണികൾ ആവർത്തിക്കുന്നതിലൂടെ പാകിസ്ഥാനികൾക്കിടയിലെ ഭയം മാത്രമാണ് എടുത്തു കാണിക്കുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു. നേരത്തെയും പാക് പ്രതിരോധ മന്ത്രി ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കിയിരുന്നു. അതിനിടെ സിന്ധു നദിയിലെ ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാനിലേക്ക് പോകില്ലെന്ന് ഇന്ത്യ ഉറപ്പാക്കുമെന്ന് കേന്ദ്ര ജലശക്തി മന്ത്രി CR പാട്ടീൽ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. അതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രകോപനം ആവർത്തിച്ചുകൊണ്ടുള്ള ഖ്വാജ ആസിഫിന്റെ പ്രതികരണം വന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഏപ്രിൽ 22-ന് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 26 പേർ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരായ നടപടികളുടെ ഭാഗമായാണ് ഇന്ത്യ സിന്ധു നദീജല കരാർ താൽക്കാലികമായി റദ്ദാക്കിയത്. സമീപഭാവിയിൽ സ്വീകരിക്കാവുന്ന സാധ്യമായ നടപടികളുടെ എല്ലാ നിയമപരവും സാങ്കേതികവുമായ വശങ്ങളും സർക്കാർ നിലവിൽ പരിശോധിച്ചു വരികയാണ് എന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ബാലിസ്റ്റിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചെന്ന അവകാശവാദവുമായി പാകിസ്ഥാൻ രംഗത്തു വന്നു. അബ്ദലി വെപ്പൺ സിസ്റ്റം എന്ന മിസൈലാണ് പരീക്ഷിച്ചത്. 450 കിലോമീറ്റർ പ്രഹരശേഷിയുള്ളതാണ് മിസൈലെന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കുന്നു. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ കടുത്ത നടപടികൾ കൈക്കൊള്ളുന്നതിനിടയിലാണ് പാകിസ്ഥാന്റെ ഈ പ്രതികരണം. അതേസമയം മിസൈൽ പരീക്ഷിച്ച നടപടി പാകിസ്ഥാന്റെ പ്രകോപനമായിട്ടാണ് ഇന്ത്യ നിരീക്ഷിക്കുന്നത്. അതേസമയം ഇന്ത്യൻ നടപടികൾക്ക് പിന്നാലെ നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് പ്രകോപനം തുടരുകയാണ് പാകിസ്ഥാൻ. ഇതിനെതിരെ തിരിച്ചടിച്ചതായും ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. പഹൽഗാമിന് ശക്തമായ തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഏത് നിമിഷവും പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുണ്ട്.